ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ പറമ്പിൽ കുറച്ച് കൂണ് മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു, നല്ലപോലെ ഇടിയൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടി വെട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ കൂണ് പൊട്ടിമുളയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ നോക്കുമ്പം കുറച്ച് കൂണ് പൊട്ടിമുളച്ചിട്ടുണ്ട്. അത് നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് പറിച്ചെടുക്കാവേ. അമ്മയും കാശിയും കൂടെ പോയി അത് പറിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്കത് കൊണ്ടുവന്നിട്ട് റെഡിയാക്കിയിട്ട് നമുക്കൊരു കൂൺ മസാലക്കറി റെഡിയാക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പറമ്പിൽ കുറച്ച് കൂണുണ്ടായിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശി അമ്മയും കൂടാണ് ഇത് പറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. കാശിക്കൂട്ടന് ഇത് കാണുമ്പോൾ നല്ല കൗതുകമായിരിക്കും കേട്ടോ. ഇങ്ങനെ കൂണൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികൾ അവരൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനും ഇവിടെ നമ്മുടെ ആലപ്പുഴയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വരുമ്പോഴേ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ കാശിക്കുട്ടനും അമ്മയും കൂടെ അത് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കണം. അമ്മയുടെ കൂട്ടത്തിൽ അവരും കൂടിയിട്ടുണ്ട്. എടുത്തോട്ടെ, കുട്ടിയുടെ ആഗ്രഹമല്ലേ. അവരും ഇതൊക്കെ കണ്ട് പഠിച്ചൊക്കെ വളരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് മറ്റേ നമ്മൾ കേക്കൊക്കെ മുറിക്കില്ലേ, അതിൻ്റെ കത്തിയാട്ടോ അവൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്തൊക്കെയോ അത് കുത്തിയെടുക്കുകയോ മുറിച്ചെടുക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് മുഴുവനും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 5-8 ഉണ്ടായിരുന്നു. ഞാനും കാശിയുടെ അമ്മയും കൂടെ ഇതെല്ലാം പോയി പറിച്ചെടുത്തു. ഇനി ഇത് കഴുകി വൃത്തിയാക്കി ഞങ്ങൾക്ക് നല്ല വലിയ കൂണാണ് കേട്ടോ. ഇന്നലെ ഇവിടെ മഴ പെയ്തു, അപ്പം നമുക്ക് ഇടി വെട്ടിയപ്പോഴത്തേക്കും പൊട്ടി മുളച്ചാണ് കേട്ടോ. അടിപൊളിയാണ്. ഇത് ഞങ്ങൾ ഇനി മസാലയൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ഇട്ട് ഇത് നല്ലൊരു കറി ഉണ്ടാക്കും. മസാലക്കറി അല്ലേ? കറി ഉണ്ടാക്കും. ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ കൂണാണേ. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതിലെ മണ്ണൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് നമുക്ക് ഇത് റെഡിയാക്കി ഇതിൻ്റെ മേളിലൊരു തൊലിയുണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് വൃത്തിക്ക് നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കൂൺ നമ്മൾ വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി കേട്ടോ, ചെറിയുള്ളിയാണ് എടുക്കുന്നത്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി നല്ലതുപോലെ പേസ്റ്റ് പോലെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. 2 കറിവേപ്പില തണ്ടും കേട്ടോ. അത്രയും സാധനങ്ങളാണ് നമ്മൾ കറി വെക്കാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തക്കാളി പേസ്റ്റായിട്ട് അരച്ചെടുത്താണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നല്ലൊരു ചട്ടി വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഉള്ളി നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ. ഈ ചെറിയുള്ളി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സവോള ഇടുന്നതിലും നല്ലത് ചെറിയുള്ളി ഇട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഈ ചെറിയുള്ളിക്ക് അറിയാമല്ലോ, അതിങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ചെറിയുള്ളി ഒരു വിധം വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാവേ. നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മസാലകൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മതി കേട്ടോ. മല്ലിപ്പൊടി അധികം വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്തേച്ചാൽ മതി. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇനി മുളക് പൊടി ആവശ്യത്തിന് മതി. ഓവറായിട്ടുള്ള നമുക്ക് എരിവ് വേണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
ഇനി ഇത് നല്ലതുപോലെ ഇതൊന്ന് ഇതിലേക്ക് ആ ഉള്ളിയിലേക്കൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ആ പൊടിയൊക്കെ നല്ലതുപോലെ, ആ ചിക്കൻ മസാലപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ ഉള്ളിയിലേക്ക് നല്ലതുപോലെ വഴണ്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്രയൊക്കെ മതിയാവും, കാരണം ഉള്ളിയല്ലേ, ഒത്തിരി വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ കൂണ് നമുക്കിതിലിട്ട് കൊടുക്കാം. ഇത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ മണ്ണിൽ നിൽക്കുന്ന ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതല്ലേ, അപ്പം മണ്ണൊന്നും അതിൽ പാടില്ല. നല്ല വൃത്തിക്ക് നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ കൂണും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ആ ഉള്ളിയുടെ എല്ലാ മസാലകളും ആ കൂണിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരപ്പ് ആ കൂണ് നമ്മൾ ഇട്ട് കൊടുത്ത ആ കൂണിലേക്ക് എല്ലാത്തിലേക്കും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. അപ്പം ഞാനിവിടെ നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചാലും മതി. അപ്പം നമ്മുടെ ആ കൂണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഇതിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ ഇതുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ ഇപ്പോഴാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളിതിൽ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ആ ഉപ്പ് എല്ലാത്തിലും നല്ലതുപോലെ അങ്ങ് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കണ്ടോ. അതിലെ ഉള്ള ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ അരപ്പും ആ കൂണും ഉള്ളിയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, നല്ലപോലെ ആവി പറക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂൺ മസാലക്കറി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സ് വീഡിയോ കാണാത്തവർ അതും കയറി കാണണം. ഷോർട്ട് ഡാൻസ് വീഡിയോ നാളെ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റാ.